ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും അറിയില്ല. നിനക്കെല്ലാം അറിയാം. നീ അബുവിനെ കാണാനാ വന്നത്. സത്യം പറഞ്ഞോണം, ആ ഡോക്ടർ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു? എനിക്കൊന്നും അറിയില്ല. ഇതെല്ലാം പച്ചക്കള്ളവാ. ഇവൾ അബൂബക്കറെ കാണാൻ തന്നെ വന്നത്. മോളെ, ഞങ്ങളടുത്ത് അഭിനയിക്കുന്നു. വലിച്ചു കീറി ഞാൻ. എന്താ കറിയാ ചെയ്ത്? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? മോള് പേടിച്ചു പോയോ? സാരമില്ല, നീ മിടിക്കല്ലേ. സെൻട്രൽ ജയിലിൽ ചെന്ന് മരിക്കാൻ പോണ കാമുവിനെ കൊണ്ട് താലി കെട്ടിച്ചവളാ നീ. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായല്ലേ? സത്യം പറ, നീ അബുവുമായിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ നിനക്കറിയാലോ. പറ, അവൻ എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല. എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങളൊന്ന് പുറത്തേട്ട് നിന്നേ. ഞാൻ ഈ പെങ്കൊച്ചിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. ആഹാ, നല്ല അസല് പെണ്ണ്, നല്ല ബോഡി ഷേപ്പ്. അയ്യടാ, അപ്പോഴേക്കും തേനടിച്ചു തുടങ്ങിയോ? നൂറുദീനെ, ഒരു ലാർജ് എടുത്തോണ്ട് വാ, ഒന്ന് ആഘോഷിച്ചു കളയാ. ഇവിടെയെല്ലാം തീർന്നിരിക്കുക. എന്നാ പോയി മേടിച്ചോണ്ട് പാടൂ. ഓ, ഇനിയിപ്പോ എവിടെ തരാനാ? സിറ്റി വിട്ടങ്ങനെ കൊണ്ടുപോയി കാണും. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ വാപ്പനെ ഇപ്പൊ കിട്ടണം. നമുക്ക് മിനിസ്റ്റർ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഓ, അവിടെ അവരുടെ പൊടി പോലും കാണില്ല. അതും ദൂരത്തീനല്ലേ? കോച്ച് തീർന്നു പോയതുകൊണ്ടാ. മിനിസ്റ്റർക്കാരൻ ആരോടും പറയരുതേ. കാശ് വേണ്ട സർ. ആ, ആരാന്ന് ഈ പറഞ്ഞത്? തന്റെ മരുമോള് അല്ലാണ്ടാകാ. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാ പോരായിരുന്നു. മുഹമ്മദ് കുട്ടി, നിങ്ങള് ബാണെങ്കിൽ ഇന്നെ കൊന്നോളി. പക്ഷെ എന്റെ ആദരക്കുട്ടിനെ ഒന്നും ചെയ്യരുത്. പടച്ചോനോർത്ത് നിങ്ങളോളം വെറുതെ പിടി. സാഹിബ് വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ അവള്. ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നു. ദേ ഇപ്പൊ സാമി സംസാരിച്ചോണ്ടിരിക്കുക. അത് കഴിയുമ്പോ വേണമെങ്കിൽ സാഹിബിനും സംസാരിക്കാം. എന്താ നോക്കുന്നോ?